എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർമ്മ ഉണ്ടാകുമോ എന്നറിയുകയില്ല. എന്നാൽ ഒരു ചിലർ ഇന്നും ഓർക്കുന്നുണ്ടാകും. എന്നാൽ ഏറെ പേർ മറന്നും കാണും. മറ്റാരുമല്ല, ഒരു മേഘയെക്കുറിച്ചുള്ളൊരു കഥ. ഒരു മേഘയും ഒരു സുഗാന്തും അറിയുമല്ലോ. രണ്ടുപേരും കാമുകന്മാരായിരുന്നു. കഷ്ടപ്പെട്ട് വളർത്തി ഒരമ്മയ്ക്കും അച്ഛനും ഒരു മോൾ. വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥയായി അച്ഛനും അമ്മയും അറിയാതെ ഒന്നിച്ച് പഠിച്ച വ്യക്തിയുമായി കാമുകനും കാമുകിയുമായി മാതാപിതാക്കളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവരെല്ലാം അങ്ങ് നിശ്ചയിച്ചു. കാമുകന്മാരെ പോലെ ജീവിച്ചു. മേഘ കാമുകനെ അങ്ങ് അകമറിഞ്ഞു സ്നേഹിച്ചു. അവസാനം ശാരീരികമായ എല്ലാ ഇടപെടലും നടത്തി ഗർഭിണിയുമായി. ആ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ അവർ ജയിച്ചു. അവസാനം കിട്ടുന്ന ശമ്പളം വരെ കാമുകനായി അങ്ങ് മാറ്റിക്കൊടുത്തു. ഈ കുട്ടി ഇപ്പോൾ ലോകത്തില്ല. അവസാനം വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് അവസാനം പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം നല്ലൊരു കാര്യം ചെയ്തു. പേട്ടയിൽ ട്രെയിനിൻ്റെ മുന്നിൽ കൊണ്ട് തലവെച്ചു. തീർന്നു. എനിക്ക് പറയാനുള്ളത്, ഈ മേഘയെ ഒരു മോഡലാകണം. അതിൻ്റെ നല്ലതും മോശം വശങ്ങളും നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് മേഘമാർ ഇവിടെ ഉണ്ട്, കുറേ കാമുകന്മാരും. നിങ്ങൾക്കെല്ലാം വരുന്ന അനുഭവം ഇത് തന്നെ ആയിരിക്കുമെന്ന് മുന്നേ കൂട്ടി മനസ്സിലാക്കിക്കൊള്ളൂ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് തേച്ച് അവസാനം പറയും, ലാസ്റ്റ് വാക്ക് കൊടുക്കുന്നത് നമുക്ക് കല്യാണം കഴിക്കാം. അവിടെ ശരിയും തെറ്റും നോക്കില്ല. എന്ത് പറഞ്ഞാലും ഓക്കെ. അപ്പോൾ അവരനുരാഗവും ഒക്കെ അങ്ങോട്ട് എല്ലാ പ്രകടനവും നടത്തും. മോസ്റ്റ്ലി 90% എല്ലാവിധ ബന്ധങ്ങളും അവർ തുടങ്ങി വയ്ക്കും. ശാരീരിക ബന്ധം എല്ലാം ഉണ്ടാകും. അവസാനം അത് 1-2 തവണ ഇൻട്രസ്റ്റൊക്കെ അങ്ങോട്ട് കഴിയും. കാമുകൻ മറ്റൊരു ഭാഗത്തേക്ക് തിരിയും. കാമുകി വിവാഹം കഴിക്കേണ്ടെന്ന് പറയുമ്പോൾ ഇല്ല. അവസാനം കാമുകി മേഘയുടെ മോഡൽ അങ്ങെടുക്കും. നഷ്ടമാർക്ക കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തിയ തന്തയ്ക്കും തള്ളയ്ക്കും എന്തോ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും അതിനെ വളർത്തുകയും അതിനെ പഠിപ്പിക്കുകയും സ്വന്തം കാലിൽ ഉദ്ദേശിച്ചാകുമ്പോൾ തന്നിഷ്ടം പോലെ അങ്ങോട്ട് പോകണം. ബട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ താന്തോന്നിത്തരം കാണിക്കുന്ന കുട്ടികൾ ഭൂമിയിൽ ആവശ്യമില്ല. ലെറ്റിങ് ഗോ ടു ദ ഹെൽ. കാരണം ഇതൊക്കെ ഒരു യൂസ്ലെസ്സാണ്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു ഇതാണ്. എന്നാൽ വേറെ ഗുണമുള്ളത്, ഇതൊക്കെ കണ്ട് പഠിക്കാം. അതിന് 1-2 വിക്ടംസ് ഉണ്ട്. ഒത്തിരി വിക്ടംസ് ഉണ്ട്. ഇത് ലാസ്റ്റ് വിക്ടംസാണിത്. പിന്നെ അറിയാത്ത വേറെ വിക്ടംസുകളുണ്ട്. അതുകൊണ്ട് കുട്ടികളോട് പറയാനുള്ളത്, ഒന്ന് ജോലിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ഇഷ്ടമുള്ളത് കാണിക്കുക പറയുന്നത് അത് നല്ല കാര്യമല്ല. നിങ്ങൾ ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുരുഷൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്നിച്ച് പണി ചെയ്തവരായിരിക്കാം, ഒന്നിച്ച് ജോലി ഒന്നിച്ച് പഠിച്ചവരായിരിക്കാം, എന്തൊക്കെ, അല്ലെങ്കിൽ ഒരു ബൈ ചാൻസ് മീറ്റ് ചെയ്തായിരിക്കും, എന്ത് തന്നെ ആയിരുന്നാലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ കല്യാണം കഴിക്കാൻ ഒരു പുരുഷനെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും ആ താലി കെട്ടുന്നത് വരെ ആ പുരുഷനുമായിട്ടുള്ള ഒരു ശാരീരിക ബന്ധം ഉണ്ടാകരുത്. നിങ്ങൾ അങ്ങനെയുള്ളൊരു ശാരീരിക ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അവിടെ വെച്ച് തന്നെ കോഞ്ഞാട്ടിയാകും. തീർന്നു. നിങ്ങളുടെ പേരിൽ നിങ്ങൾ എന്താണ് ഏതാണെന്ന് ആ കാമുകന് മനസ്സിലാകും. അവൻ അതിൻ്റെ ഒരു സാധാരണ ലെവൽ പോലെ അങ്ങോട്ടാകും. അവസാനം നിങ്ങളെ അടിച്ചു മാറ്റി നിങ്ങൾ ഏതെങ്കിലും കൊണ്ട് ഈ മേഘപ്പിൽ ഏതെങ്കിലും ട്രെയിനിൻ്റെ പാളത്തിൽ നിങ്ങൾ തലവയ്ക്കുന്ന രീതി ആ സീൻ അവരുണ്ടാക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മേഘമാരെ ഒന്ന് ശ്രദ്ധിക്കുക. അനാവശ്യമായ കാര്യങ്ങളൊന്നും പോകാതിരിക്കുക. നിങ്ങൾക്ക് പല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയൊക്കെ കാണും. ചിലപ്പോൾ ഈ ശാരീരിക ബന്ധം എന്നുള്ള ഒരു ഹോബിയായിരിക്കും, അതുകൊണ്ട് നടക്കുന്നവരിക്കും. അതിനുവേണ്ടി ആരുമായിട്ട് കമ്പനി അടിച്ചാൽ ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ബട്ട് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരിക്കലും വിവാഹബന്ധം ഏർപ്പെടരുത്. നിങ്ങളുടെ ലൈഫ് സ്പോയിലാകും.
100%. ഒരു വിവാഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈസി ഈ ലിവിങ് ടുഗദറായിക്ക് ഒത്തിരി സംവിധാനങ്ങൾ ഇവിടെയൊക്കെ നടപ്പുണ്ടല്ലോ. അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക. മറിച്ച് പേരൻസിനെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ഈ മേഘ പോലുള്ളൊരു പരിപാടികളും ചെയ്യരുത്. കാരണം ആ കുട്ടിയങ്ങ് മരിച്ചുപോയി, തീർന്നു കാര്യം. ഇപ്പോൾ ഒരു പക്ഷേ മേഘയുടെ തന്തയും തള്ളയും ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വിഷമം വരും. സോറി, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളോട് ഒരു മനസാക്ഷി പോലും ആ കുട്ടി കാണിച്ചിട്ടില്ല. ആ മനസാക്ഷി കാണിക്കുന്ന കുട്ടിയെ പറ്റി ഗോ ടു ദ ഹെൽ, അതിനെ വിട്ടേക്കുക, അതിനെപ്പറ്റി ഓർക്കാതിരിക്കുക. നിങ്ങൾ ജന്മം കൊടുത്തൊരു കുഞ്ഞ്, മാക്സിമം നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്തു, നിങ്ങളെ വളർത്തി, ജോലിയാക്കി, എവറിത്തിങ്. പക്ഷേ നിങ്ങളെ രണ്ടുപേരും ആ കുട്ടി ചീറ്റ് ചെയ്തു. ആ ചീറ്റ് ചെയ്തതിൻ്റെ ഫലമാണ് ഈശ്വരൻ കൊടുത്ത ആ തല കൊണ്ടിട്ട് അതിൻ്റെ ഫ്രണ്ട് വെച്ച് കൊടുത്തത്. വേണ്ട, ഇങ്ങനെയുള്ള ജന്മങ്ങൾ ഈ ലോകത്തിന് ആവശ്യമില്ല. ഗോ ടു ദ ഹെൽ. ഇനി മറ്റൊന്നുണ്ടല്ലോ, അവൻ അന്തസ്സായിട്ട് ഈ കുട്ടിയെ ഉപയോഗിച്ച് എല്ലാം കഴിഞ്ഞു. അവനിപ്പോൾ ഒളിസ്ഥലത്തിരുന്നു കൊണ്ട് അവൻ ഹൈക്കോടതിയിൽ ജാമ്യമെടുക്കാൻ കഴിവുള്ള വക്കീലനുമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ മിടുക്കൻ. ഇവനെപ്പോലുള്ള പല അലപരാധികളും ഉണ്ട്. ഇവനെപ്പോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ കാമുകന്മാരായിട്ട് അഭിനയിച്ച് നടക്കുന്നതും. എന്തിനാണ് കുട്ടികളെ ഇങ്ങനെയുള്ള ഈ കുട്ടികളോട് ഞാൻ ഈ പ്രേമിക്കുന്ന കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ പ്രേമിച്ചാലൊന്നും ചെയ്തുള്ളൂ, ബട്ട് നിങ്ങളുടെ സർവ്വതും നശിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ കരിയർ നശിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ പേരൻസിനെ പേരൻസിനെ കണ്ണുനീരിലാഴ്ത്തുന്ന രീതിയിൽ, പേരൻസിനെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സമൂഹത്തെയൊക്കെ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നടക്കരുത്. എല്ലാവർക്കും വികാരങ്ങളുണ്ട്. ഒരു പുരുഷന്, ചില സ്ത്രീകൾക്ക് പല തോന്നലും ഉണ്ടാകും. അതുപോലെ പുരുഷൻ, പക്ഷേ എന്ത് തന്നെയായിരുന്നെങ്കിലും ഭാര്യ ഭർത്താവാകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തികളും നിങ്ങൾ ഭാര്യ ഭർത്താവായിട്ട് എന്നും നല്ലൊരു ജീവിതം കാഴ്ചവെക്കണമെങ്കിൽ താലി കെട്ടുന്ന നിമിഷം വരെയും ഒരിക്കലും നിങ്ങളുടെ ദേഹത്തൊരു മനുഷ്യൻ സ്പർശിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. ഒരിക്കലും. അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അനന്തരഫലം വളരെ മോശമായിരിക്കും. നിങ്ങളുടെ ജഡവും വലുതും കിടക്കും. പിന്നെ അവസാനം വീട്ടിൽ ആംബുലൻസിൽ ഈ ചിന്നിച്ചിതറിയ ജഡമായിരിക്കും വീട്ടിൽ കൊണ്ടുപോവുക. നിങ്ങൾ അങ്ങനൊരു സമ്മാനം കൊടുക്കണോ? സ്വന്തം പേരൻസിനും അങ്ങനെയുള്ള ദോഷം ചെയ്യരുത്. എനിക്ക് പറയാനുള്ളത്, മേഘ മരിച്ചു, ആരും ഓർക്കുന്നു? ആരും ഓർക്കില്ല. അത് ഒരു സീരിയൽ പോലെ അങ്ങ് പോയി. ഇനി പല മേഘമാരടുത്ത് വന്നേക്കാം, ആരെങ്കിലുമൊക്കെ കാണും. ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന മേഘമാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചിന്തിക്കുക. പാവം പിടിച്ച പേരൻസിനെ ദുഃഖത്തിലാക്കരുത്. സ്വന്തമായി നിങ്ങൾക്ക് ജോലിയുണ്ടെങ്കിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കാമുകൻ ആവശ്യമുണ്ട്. കാമുകനോ കാമുകമായിട്ടിരിക്കാം. പക്ഷേ ഒരു പരിധി വിട്ടുള്ള ബന്ധങ്ങൾ കല്യാണ ദിവസം വരെയും ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് പല വികാരങ്ങളും പലതൊക്കെ കണ്ടേക്കാം. അതേതെങ്കിലും ഒന്ന് സഹിച്ചേ പറ്റൂ. ആ വികാരങ്ങളും അതെല്ലാം ആ മനസ്സിൽ ഒതുക്കി വയ്ക്കുക. നിങ്ങളുടെ വിവാഹത്തിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും നിങ്ങൾ ആഗ്രഹിച്ച ആ ഭർത്താവിൽ നിന്നും നമുക്ക് ലഭിക്കും 100%. അതായിരിക്കും ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. അല്ലാതെ ഈ മേഘയെപ്പോലെ ഉള്ളൊരു സ്നേഹമോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അത് വിവരമില്ലാത്ത കുട്ടിയാണ്. നല്ല കഴിവുള്ള വ്യക്തി, ജോലിക്ക് അതിൻ്റെ ജോലിയെല്ലാം വളരെ ക്ലവറാണെന്നൊക്കെയാണ് അവരുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞത്. പക്ഷേ യൂസ്ലെസ് ആണ്. അത് അറ്റ് ദ ലാസ്റ്റ് ഈ ഡൺ ടോട്ടൽ റാങ് തിങ്. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും കണ്ണുനീര് കംപ്ലീറ്റ് ജീവിതകാലം മൊത്തം കണ്ണീരൊഴിക്കാൻ വേണ്ടി മാത്രം വളർന്ന ഒരു കുട്ടി ആ കണ്ണീരും സമ്മാനിച്ച് അതങ്ങോട്ട് പോയി, യാത്രയായിപ്പോയി. ഇനി ഇതുപോലുള്ള മേഘമാർ ഒരു കുടുംബത്തിനും ഉണ്ടാകരുത്. അങ്ങനെ ആരെങ്കിലും മേഘമാർ ഉണ്ടെങ്കിൽ സ്വയം ഒന്ന് തിരുത്തി സ്വയം പേരൻസുമായിട്ട് ആലോചിച്ച് ആരെ വേണമെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചോളൂ. എന്ത് തന്നെയായിട്ടും അത് പേരൻസുമായിട്ട് ബന്ധപ്പെട്ട് പേരൻസിൻ്റെ അനുഗ്രഹാശിസുകൾ വാങ്ങി
നിങ്ങൾ വിവാഹിതരാകുക. അപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മേഘന്മാരോട് ദയവ് ചെയ്ത് സൂക്ഷിക്കുക. നിങ്ങളെ ചുറ്റി ഇത്തിരി സൗന്ദര്യമുള്ള കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഉദ്യോഗമുള്ള കുട്ടിയാണെങ്കിൽ, സാമ്പത്തികമുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ വളഞ്ഞ് ഒരുപാട് പൂപാലന്മാർ വരും. ഹായ് എന്ന് പറഞ്ഞങ്ങോട്ട് വിടുക. ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ പ്രേമമാണ് അതായിട്ട് വരികയാണെങ്കിൽ അവർ ആ രീതി കാണുക. ഈ ആണുങ്ങളെക്കാളും ബുദ്ധി പെണ്ണുങ്ങൾക്കുണ്ട്. വെരി ക്ലബർ. പക്ഷേ ചില സമയത്ത് ഫൂളിഷ്നസ് കാണിക്കും. കല്യാണമാണ് വേണമെങ്കിൽ പറയാം, അന്തസ്സായിട്ട് ഇപ്പോൾ വീട്ടിൽ പോയി ആലോചിക്കാൻ പറഞ്ഞോളൂ. അവിടെ വന്ന് അവൻ അന്വേഷിക്കട്ടെ, അവൻ്റെ വീട്ടുകാരായിട്ടിട്ട് അതിനുശേഷം നിങ്ങൾ ആയിക്കോളൂ. ഓക്കെ. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി മരിച്ച വലിയ കാലങ്ങളൊന്നും ആയില്ല. ഇങ്ങനെ പോണ പഴയ ചില കഥകൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതാണ്. ക്ഷമിക്കണം, ഇതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ. ഞാൻ ഒരുപാട് വിമർശിച്ചു ഈ മേഘമാരെ. ഞാൻ ഇനിയും വിമർശിക്കും. തെറ്റ് കണ്ടാൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം, നമ്മൾ പറയണം. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ സുഗാന്തുമാർ ഇനിയുണ്ട് ഒത്തിരി. ഈ കള്ളന്മാരാ, ഒന്നും സൂക്ഷിക്കുക. അവനിപ്പോൾ അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് അവൻ വേറെ ഏതോ നമ്പറിൽ ലൈനിൽ പോയി കാണും. കാരണം അതൊക്കെ പ്രാക്ടീസാണ്. ഓക്കെ. സോ ഇങ്ങനെയുള്ള ഏടാകൂടത്തിൽ പെടാതിരിക്കുക. ഇനി ഒരു വടികൾ മേഘമാർ ഉണ്ടാകരുത്. ഓക്കെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയൊരു മേഘന്മാരുടെ കഥ നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. കാണാം വീണ്ടും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.